ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കളികൾ നടക്കുന്നത് ബിഗ് ബോസ് സീസൺ 6-ൻ്റെ ആ ഹൗസിനകത്തേക്കാൾ കൂടുതൽ പുറത്താണ് അല്ലേ. അതായത് കഴിഞ്ഞ സീസണിലെ വിന്നറായിട്ടുള്ള അഖിൽ മാരാർ കൊളുത്തിവിട്ട ഒരു തീയ് ഇപ്പോൾ ഇതിങ്ങനെ പടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും എല്ലാം പലരും വീഡിയോസും പോസ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് കഴിഞ്ഞ സീസണിലുണ്ടായിരുന്ന കണ്ടസ്റ്റൻസും അതേപോലെ സീസണിലേക്ക് കയറാൻ നിന്നിരുന്ന കണ്ടസ്റ്റൻസും അവർക്കുണ്ടായ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇപ്പോൾ പോസ്റ്റുകൾ നമ്മൾ കാണുന്നുണ്ട്, വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇതിൽ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ തോന്നിയ ഒരു കാര്യം, അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തി എന്തെങ്കിലും കയ്യിൽ തെളിവുകളോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള എവിഡൻസോ ഇല്ലാതെ സംസാരിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും ഈ പറഞ്ഞതിനുള്ള തെളിവുകൾ അഖിൽ മാരാറുടെ കയ്യിലുണ്ടാവും. ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ കണ്ടസ്റ്റൻസിനെ മാത്രം മുൾമുലയിൽ നിർത്തുക എന്നുള്ളതല്ല. ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുന്ന എത്രയോ ആളുകളുണ്ടാവും, ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോഴും അതും കുറേ ആളുകളുണ്ടാവും. ഓരോ സെക്ഷൻ്റെ ഹെഡായിട്ടുള്ള ആളുകൾ, അങ്ങനെ ഒരു 100 കണക്കിന് ആളുകളുണ്ടാവും. ഇവരെ എല്ലാവരെയും മുൾമുനയിൽ നിർത്തുന്ന ഒരു കാര്യമാണ് അഖിൽ മാരാർ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ സീസൺ ഇപ്പോൾ 6ാമത്തെ സീസണാണ് നടക്കുന്നത്. ഈ 6 സീസണിലും വന്നിട്ടുള്ള ഫീമെയിൽ കണ്ടസ്റ്റൻസ് ഇങ്ങനെ പല കാര്യങ്ങൾക്കും വഴങ്ങിക്കൊടുത്തിട്ടാണ് ബിഗ് ബോസിൽ എത്തിയത് എന്നും അവിടെ ടോപ്പ് 5ലേക്കും ഫിനാലയിലൊക്കെ വന്നത് എന്നും അഖിൽ മാരാർ പറയുമ്പോൾ ഈ സീസണിലെ സ്ത്രീകളായിട്ടുള്ള എല്ലാവരെയും സംശയിക്കും. അത് സ്വാഭാവികമാണ്, പൊതുജനം അങ്ങനെ സംശയിക്കുന്നതിൽ തെറ്റ് പറയാനില്ല. അപ്പോൾ 2 വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുകയാണ് അഖിൽ മാരാർ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിനൊരു ക്ലാരിറ്റി വരുത്തണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ള. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അതിന് ഒരു ക്ലാരിറ്റി വരുത്തണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാത്ത പക്ഷം ഞാൻ ഈ പറഞ്ഞ ഏഷ്യാനെറ്റിലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന കുറേ ആളുകൾ, അവർ ഫാമിലി മെമ്പേഴ്സായിട്ടുള്ള ആളുകൾ, ബന്ധുജനങ്ങൾ, ഇവരെല്ലാവരും അവരെ സംശയിക്കാൻ ഇടവരും. അതേപോലെ കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള ആളുകളും. നമ്മുടെ റനീഷ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. റനീഷയുടെ ഫാമിലി ഗ്രൂപ്പിൽ വന്നിട്ടുള്ള 1-2 മെസ്സേജുകൾ, വോയിസ് മെസ്സേജുകൾ എടുത്ത് കാണിച്ചുകൊണ്ട് റനീഷ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലുള്ള അനുഭവങ്ങൾ ഇവർക്കെല്ലാവർക്കും ഉണ്ടാവും. അനുകൂലിക്കുന്നവർക്കും പ്രതികൂലിക്കുന്നവർക്കൊക്കെ ഉണ്ടാവും. അത് വ്യക്തമായ തെളിവ്, അത് തെളിയിക്കാനുള്ള തെളിവ് അഖിൽ മാരാറുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ പേര് പറയുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം ഏഷ്യാനെറ്റിൻ്റെ തലപ്പത്തിരിക്കുന്നത് ആരാണോ ആ 2 വ്യക്തികൾ എന്നെടുത്ത് പറയുന്നുണ്ട്, അവരുടെ ഒരു പേരിലേക്കുള്ള സൂചനയെങ്കിലും കൊടുക്കുക എന്നുള്ളത് അഖിൽ മാരാർ ചെയ്യേണ്ടത് തന്നെയാണ്. അല്ലാത്ത പക്ഷം ഈ പറഞ്ഞതുപോലെ എല്ലാവരെയും സംശയിക്കുന്നൊരു സാഹചര്യം വരും. അവരുടെ കുടുംബങ്ങളിലൊക്കെ അതൊരു ഇഷ്യൂ ഉണ്ടാവും. തീർച്ചയായും അഖിൽ മാരാർ അത് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.